الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹ ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ആജ്ഞാനുവർത്തികളായി കഴിവിൻ്റെ പരമാവധി ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഹറമിൽ ടെൻറ്റുകളുടെ നഗരിയായ മിനയിൽ ഹാജിമാർ സംഗമിക്കുന്ന സമ്മേളിക്കുന്ന ദിവസമാണ് ഇന്ന്. ദുൽഹജ്ജ് 8 യൗമുത്തർവിയ. ഹജ്ജിൻ്റെ സുപ്രധാനമായ ഘടകമായ അറഫയിലുള്ള സമ്മേളനത്തിന് വേണ്ടി തയ്യാറാകുന്ന ദിവസമാണിത് എന്നാണ് ചരിത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. യൗമുത്തർവിയ എന്ന് പറഞ്ഞാൽ അറഫയിലേക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ വെള്ളമായും മറ്റുമൊക്കെ സംഭരിക്കുന്ന ദിവസമെന്നാണ്. എന്നാൽ ഇന്ന് അങ്ങനെയൊന്നും സൗകര്യങ്ങൾ ഒരുക്കേണ്ടതില്ല. എല്ലായിടങ്ങളിലും സൗകര്യങ്ങളെമ്പാടും ഒരുക്കപ്പെട്ടിട്ടുള്ള സാഹചര്യമാണ് മശ്അറുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഹിജ്റ 825 മരിച്ച ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി സഹീഹുൽ ബുഖാരിയുടെ വിശദീകരണം ഫത്ഹുൽ ബാരി എന്ന ഗ്രന്ഥം രചിച്ച അദ്ദേഹം ആ കാലഘട്ടത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ പേരിട്ട പോലെ യൗമുത്തർവിയ എന്ന നിലക്കുള്ള ഒരുക്കൊന്നും മിനയിൽ ഇന്ന് നടത്തേണ്ടതില്ല. ജല സൗകര്യങ്ങളെല്ലാം തന്നെ എമ്പാടും മിനയിലുണ്ട് എന്ന്. അപ്പോൾ ഇന്ന് എത്രത്തോളം ഉണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കൂ. ഏതായാലും അവിടെ ഒരുമിച്ചുകൂടി 5 വഖത്ത് നമസ്കാരം മിനയിൽ നിർവഹിക്കൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. നബി തിരുമേനി ദുൽഹജ്ജ് 8 അവിടുന്ന് താമസിക്കുന്ന
ടെൻറ്റിൻ്റെ പരിസരത്ത് വെച്ച് സഹാബത്തിനോടൊത്ത് സുബഹി നമസ്കരിക്കുകയും പിന്നീട് സൂര്യൻ ഉദിച്ചുയർന്നതിന് ശേഷം അവിടുന്ന് ഖസ്വ എന്ന തൻ്റെ ഒട്ടകപ്പുറത്ത് കയറി സഹാബത്തിനോടൊത്ത് മിനയിലേക്ക് പുറപ്പെട്ട കാര്യങ്ങളൊക്കെ ഹദീസുകളിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അവിടെ എത്തിയതിന് ശേഷം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ടെൻ്റ് കെട്ടി താമസിച്ചിരുന്നത് ഇന്ന് മിനയിൽ നമ്മൾ കാണുന്ന മസ്ജിദുൽ ഖൈഫ് എന്ന വലിയ പള്ളിയുടെ തെക്ക് ഭാഗത്തായിരുന്നു. അതിന് ചാരെ ഒരു മലനിരയുണ്ട്. ആ മലനിരയിൽ ഒരു ഗുഹയുണ്ട്. അവിടെ എത്തി ആ ഗുഹയിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസം ചെലവഴിച്ച സന്ദർഭത്തിലാണ് സൂറ അൽ മുർസലാത്ത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ചിട്ടുള്ളത്. പ്രവാചകൻ്റെ കൂടെ പ്രവാചകൻ പറയുന്നതെല്ലാം മനഃപ്പാഠമാക്കിയും പഠിച്ചും ഖുർആനിൻ്റെ വചനങ്ങൾ രേഖപ്പെടുത്തിയിരുന്ന അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മിനയിൽ ഗാറുൽ മുർസലാത്ത് എന്ന പേരിലാണ് പിന്നീട് അത് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ആ ഗുഹയിലിരിക്കുമ്പോഴാണ് പ്രവാചകൻ ഈ സൂറ അവതരിച്ചിട്ടുള്ളതെന്നാണ്. പ്രവാചകൻ്റെ വായിൽ നിന്നും ഞാൻ അതെല്ലാം തന്നെ മനഃപ്പാഠമാക്കുകയുണ്ടായി എന്നതാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ളുഹറും അസ്റും മഗ്രിബും ഇശാഉം 4 റക്അത്തുള്ളതൊക്കെ 2 റക്അത്ത് ചുരുക്കി നമസ്കരിച്ച് ഈ 4 വക്തും പിറ്റേന്ന് അറഫയുടെ ഫജ്ർ നമസ്കാരവും അവിടെ നിന്ന് അങ്ങനെ 5 വക്ത് നമസ്കരിച്ചു, അവിടെ ചെലവഴിച്ചു. അറഫ ദിവസത്തിൽ ദുൽഹജ്ജ് 9 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞതിന് ശേഷം അറഫയെ ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ്. അറഫയിലേക്ക് പോകുന്ന വഴിയിലാണ് മുസ്ദലിഫയിലുള്ളത് അൽ മശ്അറുൽ ഹറം എന്ന് വിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ മശ്അറുൽ ഹറമിലെത്തിയപ്പോൾ ഖുറൈശികളൊക്കെ വിചാരിച്ചത് നബിയുടെ കൂടെയുള്ള ആളുകൾ പണ്ട് ജാഹിലിയ കാലത്ത് അവർ മുസ്ദലിഫയിലായിരുന്നു ഒരുമിച്ച് കൂടിയിരുന്നത്. നബി അവിടെ നിൽക്കാതെ അവിടെ നിന്ന് പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം നെമിറയിൽ പ്രവാചകന് വേണ്ടി നിർമ്മിച്ചിരുന്ന ടെൻറ്റിൽ വിശ്രമിക്കുകയും ളുഹറായപ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്ത് കയറി ബത്നുൽ വാദി എന്ന സ്ഥലത്തേക്ക് മാറി നിൽക്കുകയും അവിടെ നിന്ന് തൻ്റെ ഖസ്വ എന്ന ഒട്ടകപ്പുറത്ത് നിന്നുകൊണ്ട് തന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖുതുബത്തുൽ വിഅദ ചരിത്ര പ്രസിദ്ധമായ അറഫ പ്രസംഗം നിർവഹിച്ചതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അറഫയിലെ പ്രസംഗം നിർവഹിച്ചതിന് ശേഷം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്തു നിന്നിറങ്ങുകയും ഒരു ബാങ്കും 2 ഇഖാമത്തും വിളിച്ചുകൊണ്ട് ളുഹർ 2 റക്അത്തും ശേഷം 2 റക്അത്ത് അസ്റും ജമ്മും ഖസ്റുമാക്കി നമസ്കരിക്കുകയും പിന്നീട് നബി നിന്ന സ്ഥലത്തേക്ക് തന്നെ പോയി ഒട്ടകപ്പുറത്ത് കയറി നിന്ന് സൂര്യാസ്തമയം വരെ അറഫയിൽ അവിടെ സമയം ചെലവഴിക്കുകയും ചെയ്തതൊക്കെ പ്രവാചകന്റെ ഹജ്ജിൻ്റെ നേർക്കുനേരെയുള്ള ചിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. അറഫയെ സംബന്ധിച്ചിടത്തോളം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ഹജ്ജു അറഫ എന്നാണ്. ഹജ്ജ് എന്നാൽ അത് അറഫയാണെന്ന് എന്ന് പറഞ്ഞാൽ അറഫയിൽ ഒരാൾ നിൽക്കാതെ അയാൾക്ക് ഹജ്ജില്ല. അറഫയിൽ സമയം ചെലവഴിക്കാതെ ഒരു ഹാജി കഴിഞ്ഞുകൂടുകയാണെങ്കിൽ അയാൾക്ക് ഹജ്ജിൻ്റെ റുക്കിന് നഷ്ടപ്പെട്ടതുകൊണ്ട് അയാൾക്ക് ഹജ്ജ് തന്നെ ലഭിക്കാതെ അത് നിഷ്ഫലമായി പോവുകയും അയാൾക്ക് പിന്നീട് ഒരിക്കൽ ആ ഹജ്ജ് നിർവഹിച്ചു വിട്ടുകയും വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്
ഒരു ജൂത സഹോദരൻ വന്നുകൊണ്ട് പറയുന്നുണ്ട്, യാ അമീറുൽ മുഅ്മിനീൻ, ആയത്തുൻ ഫി കിതാബിക്കും, നിങ്ങളുടെ ഗ്രന്ഥത്തിലുള്ള ഒരു ആയത്ത്, ലൗ അലൈന മഅ്ശറൽ യഹൂദി നുസിലത്ത്, ജൂതന്മാരായ ഞങ്ങൾക്കായിരുന്നു അത് അവതരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ലത്തഖദിന ദാലികൽ യൗമ ഈദ, ഞങ്ങൾ ആ ദിവസത്തെ ഒരു ആഘോഷ സുദിനമാക്കി മാറ്റുമായിരുന്നു. ഫഖാല, ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അയ്യു ആയ, നീ ഏതായത്താണ് ഉദ്ദേശിക്കുന്നത്? ആ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ ആയത്താണത് എന്നാണ്. ഇന്ന് നിങ്ങളുടെ ദീനിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, ദീൻ നിങ്ങൾക്ക് നൽകുക മുഖേന എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളെയും ഞാൻ നിങ്ങൾക്ക് പരിപൂർത്തീകരിച്ചു നൽകിയിരിക്കുന്നു എന്ന് വിശദീകരിക്കുന്ന ഈ ആയത്താണ്. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നി ലഅലമുൽ യൗമല്ലദീ നുസിലത് ഫീഹി, ഈ ആയത്ത് അവതരിച്ച ദിവസം ഏതാണ് എന്ന് കൃത്യമായി എനിക്കറിയാം. വൽ മക്കാനല്ലദീ നുസിലത് ഫീഹി, പ്രവാചകൻ ഏതൊരു സ്ഥലത്താണ് ഈ ആയത്ത് അവതരിച്ചപ്പോൾ നിന്നിരുന്നത് എന്നും എനിക്കറിയാം. വനുസിലത് വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിമുൻ ബിഅറഫ യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം അറഫയിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത്. എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച നമ്മുടെ ആഘോഷ ദിവസമാണ്, നമ്മുടെ ഈദ് തന്നെയാണ്. വെള്ളിയാഴ്ചയും അറഫയും ഒരുമിച്ച് കിട്ടുക എന്നുള്ളതും അത് ആഘോഷങ്ങളുടെ മേൽ ആഘോഷമായി വരുന്ന ഞങ്ങളുടെ സന്തോഷ സുദിനമാണ് എന്നാണ് ഈ ജൂത സഹോദരന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി കൊടുത്തത്. സഹോദരങ്ങളെ, അറഫാ ദിനത്തിൻ്റെ പുണ്യം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. മാ മിൻ യൗമിൻ അക്സറു അൻ യുതഖല്ലാഹു ഫീഹി അബ്ദൻ മിനന്നാർ, അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് അവൻ ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു ദിവസമാകുന്നു അറഫയുടെ സുദിനമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ വേണ്ടി ഒരുമ്പെട്ട് നിൽക്കുകയും എന്നിട്ട് ആകാശലോകത്തുള്ള ആളുകളോട്, മലക്കുകളോട്, ഭൂമിയിലുള്ള അവൻ്റെ അടിമകളെക്കുറിച്ച് അവൻ അഭിമാനത്തോടു കൂടി പറയുമെന്നാണ്. ഉൻദുറു ഇലാ ഇബാദി, ഈ അറഫയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള എൻ്റെ അടിമകളെ നിങ്ങൾ നോക്കുന്നില്ലേ? ജാഊനി ശഅസൻ ഖബ്റൻ ലാഹീന, അവർ വെയിലുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് പാറിപ്പറക്കുന്ന ജടകുത്തിയ മുടികളെയുമായി അവർ വന്നിട്ടുണ്ട്. ജാഊ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്നും ഈ അറഫയിൽ അവർ സമ്മേളിച്ചിരിക്കുകയാണ്. യർജൂന റഹ്മതി, എൻ്റെ കാരുണ്യമാണ് അവർ ആഗ്രഹിക്കുന്നത്. വലം യറൗ ഇഖാബി, എൻ്റെ ശിക്ഷ എന്താണെന്ന് അവർ കണ്ടിട്ട് പോലുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ എൻ്റെ എല്ലാ അടിമകൾക്കും എന്നോട് ചോദിക്കുന്ന, എന്നോട് പ്രാർത്ഥിക്കുന്ന, എൻ്റെ നേരെ മനസ്സ് തിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും അവരുടെ പാപങ്ങൾ ഞാൻ പുറത്തു കൊടുക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനത്തോടുകൂടി മലക്കുകളോട് പറയുന്ന ദിവസമാണിത് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് അറഫയുടെ സവിശേഷതയായി പറഞ്ഞിട്ടുള്ളത്, അഖ്സമല്ലാഹു ബിഹി ഫലാ യുഖ്സിമുല്ലാഹു ഇല്ലാ ബികുല്ലി അളീം, അറഫയെ പിടിച്ച് അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. മഹത്തരങ്ങളായ കാര്യങ്ങളെ കുറിച്ചല്ലാതെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ ഇങ്ങനെ സത്യം ചെയ്ത് പറയുന്ന രീതിയില്ല. അതുകൊണ്ട് തന്നെ വശാഹിദിൻ വമഷ്ഹൂദ്, സൂറ അൽ ബുറൂജിൽ നമ്മൾ പാരായണം ചെയ്യുന്ന വശാഹിദിൻ വമഷ്ഹൂദ്, അൽ മഷ്ഹൂദ് ഹുനാ യൗമു അറഫ, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഷ്ഹൂദ്, സാക്ഷ്യം വഹിക്കപ്പെടുന്നത് എന്നർത്ഥത്തിലുള്ള മഷ്ഹൂദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമു അറഫയാണെന്നും അൽ യൗമുൽ മൗഊദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമുൽ ഖിയാമ. യൗമുൽ മൗഊദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് താക്കീത് നൽകിയിട്ടുള്ള, നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ളൊരു ദിവസമാണ്, ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ട് എന്ന്.
അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമുൽ ഖിയാമയാണെന്നാണ് എന്നും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതെന്നത് നമുക്ക് കാണാൻ കഴിയും. വശാഹിദു യൗമുൽ ജുമുഅ, ഷാഹിദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമുൽ ജുമുഅയുമാണെന്നൊക്കെയാണ് അതിൽ വിശദീകരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അറഫയുടെ മറ്റൊരു പ്രത്യേകതയായി റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്, ഖൈറുദ് ദുആഇ ദുആഉ യൗമു അറഫ. ഒരു വിശ്വാസി നടത്തുന്ന പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അറഫാ ദിവസത്തിൽ അവൻ നിർവഹിക്കുന്ന പ്രാർത്ഥനയാണ് എന്നാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള ഈ തൗഹീദിന്റെ ഉജ്ജ്വലമായ വിളംബരവും പ്രഖ്യാപനവും അത് അറിയിക്കുന്ന ഈ ദിക്റാണ് എന്നും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഹാജിമാർ അറഫയിൽ സമ്മേളിക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചുരുവിടുന്ന ഒരു ദിക്റായിക്കൊണ്ടാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഖൈറുദ് ദുആ, ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രാർത്ഥന എന്നാണ്. നോക്കൂ നിങ്ങൾ, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഹാജിമാരായി വരുന്ന വിശ്വാസികൾ ഒരേ വസ്ത്രമണിഞ്ഞുകൊണ്ട്, ഒരേ സന്ദേശം പ്രഖ്യാപിച്ചുകൊണ്ട്, ഒരേ മുദ്രാവാക്യം ഉരുവിട്ടുകൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. നാഥ, നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല, നിനക്കാകുന്നു സർവ ആധിപത്യവും, നിനക്കാകുന്നു സർവ സ്തോത്ര കീർത്തനങ്ങളും നന്ദിയും ഞങ്ങൾ സമർപ്പിക്കുന്നത്. നിന്റെ വിളി കേട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്, നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല എന്നുള്ള ഈ തൗഹീദിന്റെ വിളംബരം ഉൾക്കൊണ്ടിട്ടുള്ള തൽബിയത്ത് മുഴക്കിക്കൊണ്ടാണ് ഹാജിമാർ അവിടെ ഒരുമിച്ച് കൂടുന്നത്. ആ സന്ദർഭത്തിൽ ഹാജിമാർ അവരവരുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ പാപങ്ങളെയും അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് തൗബ ചെയ്ത് പാപമോചനത്തിന് അപേക്ഷിച്ച് കഴിഞ്ഞുകൂടുന്ന സമയമാണ്. അവരുടെ ദുന്യവിയായ ആവശ്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കുന്ന ദിവസമാണ്. അവരുടെ ഉഖ്റവിയായ എല്ലാ നേട്ടങ്ങളും അള്ളാഹുവിനോട് ഇരുന്ന് പ്രാർത്ഥിച്ച് ചോദിച്ച് നേടുന്ന സമയങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികളുടെ കണ്ണീർ ഏറ്റവും കൂടുതൽ കുതിർന്ന് വീണ് നനഞ്ഞു പോയിട്ടുള്ള മശ്അറുടെ ഏതെങ്കിലും ഒരു പ്രദേശമുണ്ടെങ്കിൽ അത് അറഫയുടെ മണ്ണായിരിക്കും എന്ന് ചരിത്രകാരന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ വളരെ നിസ്വാർത്ഥരായി, നിഷ്കളങ്കരായി, നിഷ്കപടമായ മനസ്സോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന, അതിലൂടെയാണ് ഒരാളുടെ മനസ്സിലെ മുഴുവൻ പാപങ്ങളും കഴുകിക്കളഞ്ഞ് അതിലൊന്നുമില്ലാതെ, ഒരു സ്ഖലിതവും ഒരു കളങ്കവും അതിലില്ലാതെ ഇപ്പോൾ പ്രസവിച്ച ഒരു കുഞ്ഞിന്റെ മനസ്സ് പോലെ എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിക്കുന്ന വിധത്തിൽ ഒരു മനുഷ്യനായിത്തീരുന്നത് അറഫയിൽ നിന്നുകൊണ്ടുള്ള ഈ പ്രാർത്ഥനയിലൂടെയാണ്, മറ്റാരാധനാ കർമ്മങ്ങളിലൂടെയും ഒക്കെയാണ്. അതുകൊണ്ടാണ് റസൂല് പറഞ്ഞത് അൽ ഹജ്ജു അറഫ, അറഫയാകുന്നു ഹജ്ജിന്റെ ആത്മാവ്, അതിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഘടകമെന്നാണ്. അതേപോലെ തന്നെ അറഫയിൽ ആരും ഹാജിമാർ നോമ്പ് നോൽക്കുകയില്ല. പ്രവാചകന്റെ അരികിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനാണോ അല്ലേ എന്ന കാര്യത്തിൽ സഹാബിമാരെല്ലാം ഇങ്ങനെ സംശയിച്ചു നിന്ന സന്ദർഭമുണ്ടായിരുന്നു. കാല ബഅദുഹും വഹുവ സായിം, സഹാബിമാരിൽ ചിലർ പറഞ്ഞു നബി അറഫയിൽ നിന്ന് കണ്ടപ്പോൾ നബി നോമ്പുകാരനാണെന്ന്. വകാല ബഅദുഹും ലൈസ ബിസ്വായിം, ചില ആളുകൾ പറഞ്ഞു ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റിട്ടില്ല. ഈ അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കേട്ടപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയായ ഉമ്മുൽ ഫളിലിന്റെ ഭൃത്യനായിരുന്ന ഉമൈർ ഇബ്നു അബ്ദുള്ള, അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കപ്പ് പാല് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് കൊടുത്തയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒട്ടകപ്പുറത്ത് നിന്ന് എല്ലാവരും കാണുന്ന വിധത്തിൽ ആ പാല് കുടിച്ചു. അപ്പോൾ സംശയമുള്ളവരുടെ സംശയം തീർന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ വെച്ച് നോമ്പ് നോറ്റിട്ടില്ല. ഹാജിമാർക്കാർക്കും അറഫയിൽ നിന്ന് നോമ്പില്ല. ഇനി അറഫാ ദിവസം വെള്ളിയാഴ്ചയാവുകയാണെങ്കിൽ, ഹജ്ജിന്റെ 6 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം വെള്ളിയാഴ്ച കടന്നു വരികയാണെങ്കിൽ ഹാജിമാർക്ക് ജുമുഅയില്ല.
അവർ അവരുടെ ളുഹുറും അസ്റും ഒക്കെ നമസ്കരിക്കാൻ കൽപ്പിക്കപ്പെട്ടതുപോലെ നമസ്കരിക്കുകയാണ് വേണ്ടത്. ഹാജിമാർക്ക് ദുൽഹജ്ജ് 10 അന്നുള്ള പെരുന്നാൾ ദിവസമില്ല, അവർക്ക് പെരുന്നാൾ ആഘോഷമില്ല, പെരുന്നാൾ നമസ്കാരമില്ല. അതേപോലെ പിന്നെ ആർക്കാണ് ഈ അറഫാ ദിനത്തിലുള്ള നോമ്പ്? അതാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഹാജിമാർ നോമ്പ് നോൽക്കാതെ അറഫാ ദിവസത്തിൽ ഒരുമിച്ചുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അവരുടെ എല്ലാ ആവശ്യങ്ങളും അവൻ്റെ നേരെ സമർപ്പിക്കുകയും ചെയ്യുന്ന ആ ധന്യധന്യമായ മുഹൂർത്തങ്ങളിലും സമയങ്ങളിലും അറഫാ ദിനത്തിൽ ഹാജിമാർ ഒരുമിച്ച് കൂടുമ്പോൾ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും അറഫാ ദിനത്തിൽ നോമ്പ് നോൽക്കണമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ഇൻദമാ സുഇല അൻ സിയാമി യൗമി അറഫ, ഹാജിമാരൊക്കെ അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ദിവസത്തിൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പെട്ടപ്പോൾ പറഞ്ഞത് എന്താണെന്നോ, നിങ്ങൾ അന്ന് നോമ്പ് നോൽക്കണം. ആ നോമ്പ് കൊണ്ട് യുകഫിറുസ്സനൽ മാലിയ വൽ ബാഖിയ, നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ തെറ്റുകളെ, പാപങ്ങളെ, വരാനിരിക്കുന്ന പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പൊറുത്തു തരുമെന്നാണ് ആ നോമ്പിന്റെ ശ്രേഷ്ഠതയായിക്കൊണ്ട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നാളെ ഹാജിമാരെല്ലാം തന്നെ അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ദിവസത്തിൽ നാമും യൗമ യഖൂമുൻ നാസു ബി അറഫ, ജനങ്ങൾ അറഫയിൽ സമ്മേളിക്കുന്ന ദിവസത്തിൽ ആ സുന്നത്തായ നോമ്പ് നമ്മളെല്ലാവരും നോൽക്കേണ്ടതുണ്ട്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചര്യ നമ്മൾ ഇത്തിബാ ചെയ്യേണ്ടതുണ്ട്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്ത സഹാബിമാരിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഒരു സഹാബി തൻ്റെ വാഹനപ്പുറത്ത് നിന്ന് വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ച ഒരു സന്ദർഭമുണ്ടായി. ആ സന്ദർഭത്തിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറയുന്നുണ്ട്, ആ ഹാജിയായ നമ്മുടെ അനുചരനെ ഇഗ്സിലൂഹു ബിമാഇൻ വസിദ്ർ, വെള്ളം കൊണ്ടും താളി ഉപയോഗിച്ചും നിങ്ങൾ അദ്ദേഹത്തെ മയ്യത്ത് കുളിപ്പിക്കുക. വകഫിനൂഹു ബിസൗബൈൻ, അദ്ദേഹം ധരിച്ചിട്ടുള്ള ഇഹ്റാമിന്റെ 2 വസ്ത്രമുണ്ടല്ലോ, ഉടുതുണിയും മേൽമുണ്ടും, അത് അദ്ദേഹത്തിന് കഫൻ പുടവയായി അണിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ കഫൻ ചെയ്യുക. വലാ തമസ്സൂ തീബ, നിങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിന് സുഗന്ധം പൂശരുത്. കാരണം ഇഹ്റാമിൽ പ്രവേശിച്ചാൽ ഹാജിമാർ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. വലാ തുഖമ്മിറൂ റഅസഹു, അദ്ദേഹത്തെ കഫൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും തലമറക്കരുത്. കാരണം ഹാജിമാരിൽ പുരുഷന്മാരായ ആളുകൾ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർക്ക് തലമറക്കാൻ പാടില്ല. വലാ തുഹന്നിതൂഹു, അദ്ദേഹത്തിന്റെ ശരീരത്തിലോ കുളിപ്പിക്കുന്ന സന്ദർഭത്തിലോ അദ്ദേഹത്തിന്റെ കഫൻ പുടവയിലോ സുഗന്ധമുള്ള ഒന്നും തന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഫഇന്നല്ലാഹ തആല യബ്അസ്ഹു യൗമൽ ഖിയാമത്തി മുലബ്ബിയ, ഈ ഹജ്ജ് വേളയിൽ മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ ഈ കൂട്ടുകാരനെ അന്ത്യദിനത്തിൽ അല്ലാഹു തൽബിയത്ത് മുഴക്കുന്നവനായ രീതിയിലായിരിക്കും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എല്ലാ വർഷവും ഇങ്ങനെ അറഫാ ദിനത്തിലും ഹജ്ജിന്റെ സന്ദർഭത്തിലും ഒക്കെ തന്നെ ഹാജിമാരിൽ പലരും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ അവന്റെ വിധിക്കുത്തരം നൽകിക്കൊണ്ട് യാത്രയായി പോകുന്നുണ്ട്. അങ്ങനെ ഇഹ്റാമിൽ മരണപ്പെടുന്ന എല്ലാ ആളുകളെയും ഈ ലോകാവസാനം വരെ ഇതുപോലെയാണ് പ്രവാചകൻ നിർദ്ദേശിച്ച പോലെയാണ് അവരെ കുളിപ്പിക്കുന്നതും കഫൻ പുടവ അണിയിക്കുന്നതും യാത്ര അയക്കുന്നതുമെന്ന് ഇസ്ലാമിക ശരീഅത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയുടെ പ്രാധാന്യം ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് നാം അതിനെ സ്വീകരിക്കുവാൻ തയ്യാറാവുകയാണ് വേണ്ടത്. അതിലേറ്റവും സുപ്രധാനമായ കാര്യം ഖസ്വ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകപ്പുറത്ത് നിന്നുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഖുത്ബത്തുൽ വിദാ ആണ്. പ്രവാചകന്റെ അവസാന വിടവാങ്ങൽ പ്രസംഗം. അതൊരു മനുഷ്യാവകാശ പ്രഖ്യാപന പ്രസംഗമായിരുന്നു എന്ന് ആ പ്രസംഗത്തെ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് സന്ദേശങ്ങളാണ് ഇന്നും ജീവിക്കുന്ന മനുഷ്യർക്ക് പ്രവാചകൻ അന്ന് നടത്തിയ ആ പ്രസംഗം നൽകുന്നത് എന്നാണ്. അതിലൊന്നാമത്തേതായി മനുഷ്യാവകാശത്തിന്റെ 3 അടിത്തറകളെ കുറിച്ച് പ്രവാചകൻ ഊന്നിപ്പറയുന്നു എന്നാണ്. യാ അയ്യുഹന്നാസ് ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അറാലക്കും ഹറാമുൻ അലൈക്കും
കഹുർമതി യൗമിക്കും ഹാദാ ഫീ ഷഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. ജനങ്ങളെ, നിങ്ങളുടെ ജീവനും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും അതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. അത് പവിത്രമാണ്, പരിപാവനമാണ്, അത് വിശുദ്ധമാണ്. ഏതുപോലെയെന്നോ ഈ മാസത്തിന്റെ, ദുൽഹജ്ജ് മാസത്തിന്റെ വിശുദ്ധി പോലെ, ഈ അറഫാ ദിവസത്തിന്റെ പരിപാവനത പോലെ, ഈ പ്രദേശത്തിന്റെ അറഫയുടെ മഹത്വം പോലെ ഇതെല്ലാം മഹത്വമേറിയതാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെ പരിപാവനമായി കരുതണമെന്നാണ്. അലാ കുല്ലു ശൈഇൻ മിൻ അംറിൽ ജാഹിലിയ തഹത ഖദമി മൗദൂ. ജാഹിലിയ കാലത്തുണ്ടായിരുന്ന എല്ലാ അന്ധവിശ്വാസങ്ങളും ആചാരവൈകൃതങ്ങളും എല്ലാ അധർമ്മങ്ങളും എൻ്റെ കാലിൻ ചുവട്ടിലിട്ട് ഞാനിതാ അതിനെ കുഴിച്ചു മൂടിയിരിക്കുന്നു. അതൊന്നും ഇനി ഒരിക്കലും ജീവൻ വച്ച് വരരുത് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നൽകുകയുണ്ടായി. എന്താണ് ഇസ്ലാം എന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെ അവിടെ പഠിപ്പിക്കപ്പെട്ടു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്തിലൂടെ. തുടർന്ന് കൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദിമാഉൽ ജാഹിലിയ മൗദൂ. ജാഹിലിയ കാലത്തുണ്ടായിരുന്ന പകകളും അതുപോലെ തന്നെ പ്രതികാരങ്ങളുമൊക്കെ ഇനി നിങ്ങൾ അവസാനിപ്പിക്കണം. അതൊക്കെ ദുർബലപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. വരിബൽ ജാഹിലിയ മൗദൂ. ജാഹിലിയ കാലത്ത് നിങ്ങൾ നടത്തിയിരുന്ന എല്ലാ പലിശ ഇടപാടുകളും ഈ ദിവസത്തോടുകൂടി ദുർബലമായിരിക്കുന്നു. ഇനി ഒരിക്കലും പലിശ ഇടപാടുണ്ടാകരുത്. നിങ്ങൾ അതിൽ നൽകിയിട്ടുള്ള റഅ്സുമാൽ, മൂലധനം മാത്രം നിങ്ങൾക്ക് സ്വീകരിക്കാം എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട് പലിശയെ ദുർബലപ്പെടുത്തുന്ന ഈ സമ്പ്രദായവും ചര്യയും സ്വന്തം കുടുംബത്തിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിച്ചത്. വരിബ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് തഹത ഖദമി ഹാദാ മൗദൂ. എൻ്റെ കാലിൻ ചുവട്ടിൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് നടത്തിയിരുന്ന എല്ലാ പലിശ ഇടപാടുകളെയും ഞാൻ ദുർബലമാക്കിയിരിക്കുന്നു എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്നു. സാമ്പത്തിക വിശുദ്ധി എത്രമേൽ പാലിക്കണമെന്ന ഒരു വലിയ സന്ദേശമാണ്. ഇന്ന് ലോകത്തുള്ള സാമ്പത്തികമായ എല്ലാ പ്രതിസന്ധികളുടെയും കാരണം എന്താണ്? പലിശയാകുന്നു. രണ്ടാമത്തേത് ഊഹക്കച്ചവടമാകുന്നു. ഇത് ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം സാമ്പത്തികമായി അവർക്കുണ്ടാകേണ്ട യഥാർത്ഥ അഭിവൃദ്ധി അവർക്ക് കിട്ടുകയില്ല എന്ന് ലോകം തന്നെ അംഗീകരിച്ചൊരു കാര്യമാണ്. ലോകത്തിന് ഈ കാലഘട്ടത്തിലും നിത്യപ്രസക്തമായ ഒരു സന്ദേശമാണ് പ്രവാചകന്റെ ഈ വചനങ്ങളിലൂടെ നൽകുന്നത്. ഫത്തഖുല്ലാഹ് ഫിന്നിസാ. സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഈ സമൂഹത്തിലെ അർദ്ധവിഭാഗമായ സ്ത്രീകൾക്ക് നൽകേണ്ട അവകാശങ്ങളെ ഒരിക്കലും നിങ്ങൾ ഹനിച്ചു കളയരുത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരികയാണെങ്കിൽ ഫൈന്നകും ഇത്തഖത്തുമൂഹുന്ന ബി അമാനത്തില്ല. നിങ്ങളുടെ ജീവിത സഖിയെ അള്ളാഹുവിന്റെ ഒരു അമാനത്ത് എന്ന നിലക്കാണ് നിങ്ങൾ ഏറ്റെടുക്കുന്നത്. ഈ അമാനത്ത് നിർവഹിക്കുന്നതിൽ നിങ്ങൾ വീഴ്ച വരുത്താൻ പാടില്ല. വസ്തഹലൽതും ഫുറൂജഹുന്ന ബി കലിമത്തില്ല. അള്ളാഹുവിന്റെ പേരിലുള്ള ഒരു വിവാഹ ഉടമ്പടിയാകുന്ന ഉച്ചാരണത്തോടുകൂടി ആ ഉച്ചരിക്കുന്നതോടുകൂടിയാണ് ഒരു അന്യ സ്ത്രീയിൽ നിങ്ങൾക്ക് നിഷിദ്ധമാകുന്നതെല്ലാം വിശുദ്ധമായി തീരുന്നത്, നിങ്ങൾക്ക് ഹലാലാക്കി തരുന്നത് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഖദ് തറക്തു ഫീകും മാ ലൻ തളില്ലു ബഅദഹു ഇൻ തസംതും ബി. നിങ്ങളിതാ എനിക്ക് ശേഷം ഒരു കാര്യം ഒഴിവാക്കി പോവുകയാണ്. നിങ്ങളത് മുറുകെ പിടിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ഒരിക്കലും തന്നെ വഴിപിഴക്കുകയില്ല. കിതാബുല്ലാഹ് വ സുന്നത്തു നബിയിഹി. അള്ളാഹുവിൻ്റെ ഗ്രന്ഥവും പ്രവാചകന്റെ ചര്യയുമാണത് എന്നാണ്. സഹോദരങ്ങളെ, പ്രവാചകന്റെ ഈ ഉത്ബോധനം, ഈ ഉണർത്തൽ, പ്രവാചകന്റെ ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം, ഇത് ലോകത്തോട് പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തോടും നമ്മോട് തന്നെയും എപ്പോഴും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സംസ്കരിക്കാൻ നാം സന്നദ്ധരാവുക. റഹ്മാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله
اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതം ചിട്ടപ്പെടുത്തണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് അതിന് നമുക്ക് തുണ നൽകുമാറാകട്ടെ. അടുത്ത തിങ്കളാഴ്ച ജൂൺ 17 ബലിപെരുന്നാളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള 2 ആഘോഷ സുദിനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈദുൽ അദ്ഹ, ഈദുൽ ഫിത്ർ. റമളാനിന് ശേഷം നമ്മൾ സമുചിതമായി ആഘോഷിക്കുകയുണ്ടായി. ബലിപെരുന്നാൾ ദിവസത്തിൽ പ്രവാചകന്റെ സുന്നത്ത് അവിടുന്ന് പറഞ്ഞു തരുന്നത് ഇന്ന അവ്വല മാ നബ്ദഉ മിൻ യൗമിന ഹാദാ അൻ നുസല്ലിയ സുമ്മ നർജിയ ഫനൻഹറ. ഈ ദിവസം നാം ആദ്യമായി ചെയ്യുന്നത് പെരുന്നാൾ നമസ്കാരമാണ്. പിന്നീട് നമ്മൾ നമ്മുടെ അറബ് സ്ഥലങ്ങളിലേക്ക് പോയി അവിടെ പോയി ബലിയറുക്കുന്നു. ഈ സുന്നത്ത് ഫമൻ ഫഅല ഹാദാ ഫഖദ് അസാബ സുന്നത്തന, ഇങ്ങനെ ആരെങ്കിലും നിർവഹിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മുടെ സുന്നത്ത് ചര്യ അത് പിന്തുടരാൻ കഴിഞ്ഞു എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നമ്മളും ഇൻഷാ അല്ലാഹ് പ്രവാചകൻ്റെ ഈ ചര്യ പിന്തുടർന്നുകൊണ്ട് നമ്മൾ പെരുന്നാൾ ദിവസങ്ങളിൽ സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെ കുളിച്ച് വൃത്തിയായി പുത്തൻ ഉടുപ്പുകൾ അണിഞ്ഞ് സുഗന്ധങ്ങൾ പൂശി തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ടായിരിക്കണം ഈ ആഘോഷം നമ്മൾ നിർവഹിക്കേണ്ടത്. ചെറിയ പെരുന്നാളിനെ അപേക്ഷിച്ച് വലിയ പെരുന്നാൾ അത് തക്ബീറുകളുടെ ഒരു പെരുന്നാളാണെന്ന് കൂടി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ പെരുന്നാളുകളെ തക്ബീറുകളെ കൊണ്ട് നിങ്ങൾ അലങ്കരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ആശയം അത് വളരെ പ്രസക്തമാണ്. ഈദുൽ ഫിത്റിനാണെങ്കിൽ മാസപ്പിറവി കണ്ട് ചെറിയ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കുന്നത് വരെയാണ് നമ്മുടെ തക്ബീറുകളെങ്കിൽ ഈദുൽ അദ്ഹക്കുള്ള നമ്മുടെ തക്ബീർ അറഫാ ദിനത്തിൻ്റെ അന്ന് ഫജ്ർ മുതൽ അയ്യാമുത്ത് തശ്രീഖിൻ്റെ 13 അന്ന് അസ്ർ വരെയുള്ള സന്ദർഭങ്ങളിലെല്ലാം തന്നെ തക്ബീർ മുഴക്കാമെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വക്കാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ ചര്യയായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. യുകബ്ബിറു ബിമിനൻ ഫീ തിൽക്കൽ അയ്യാം, ആ ദിവസങ്ങളിലൊക്കെ മിനയിൽ വെച്ച് തക്ബീർ ചൊല്ലാറുണ്ടായിരുന്നു. വഖൽഫസ് സ്വലവാത്ത്, എല്ലാ നമസ്കാരങ്ങൾക്കും ശേഷം. അയ്യാമുത്ത് തശ്രീഖ് എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 11, 12, 13 ദിവസങ്ങളിൽ അസ്ർ വരെ നമസ്കാര ശേഷം. വാലാ ഫിറാഷിഹി, അദ്ദേഹം തൻ്റെ വിരിപ്പിൽ വിശ്രമിക്കുമ്പോൾ. വഅലാ ഫുസ്താത്തിഹി, അദ്ദേഹം തൻ്റെ ടെൻറ്റിൽ കഴിഞ്ഞുകൂടുമ്പോൾ. വമജ്ലിസിഹി വമംഷാഹു, അദ്ദേഹം ഇരിക്കുന്നിടത്ത് വെച്ചും നടന്നു പോകുമ്പോഴുമൊക്കെ. വതിൽക്കൽ അയ്യാമു ജമീഅൻ, ഈ സുദിനങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾക്ക് തക്ബീറുകൾ മുഴക്കാമെന്നാണ്. അതേപോലെ തന്നെ വകാന നിസാഉ യുകബ്ബിർന കൽഫ അബ്ബാൻ ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നിൽ നിന്ന് സ്ത്രീകളെല്ലാം തന്നെ തക്ബീർ മുഴക്കാറുണ്ടായിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ലയാലി തശ്രീഖ് മഅ റിജാൽ, പുരുഷന്മാരോടൊത്ത് സ്ത്രീകളും അവർ തക്ബീർ മുഴക്കിയിരുന്നു എന്നൊക്കെ നമുക്ക് ഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പെരുന്നാൾ നമസ്കാരത്തിന് ബാങ്കും ഇഖാമത്തുമില്ല. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലൽ ഈദ ബിലാ അദാനിൻ വലാ ഇഖാമ, ഇഖാമത്തും അദാനും ഇല്ലാതെയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നമസ്കരിച്ചിട്ടുള്ളത്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. വലാ ഖൗല സ്വലാ ജാമിഅ, ചിലർ അങ്ങനെ വിളിച്ചു പറയുന്നതും കേൾക്കാം. അങ്ങനെ ഒരു വാക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. വസ്സുന്ന അന്നഹു ലാ യുഫ്അലു ശൈഉം മിൻ ദാലിക്, ഇങ്ങനെ ഒന്നും പറയാതെ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാകുന്നു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി എന്നാണ്. പിന്നെ ആ ദിവസം നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും മുഅക്കദായ സുന്നത്ത് നമ്മൾ വളർത്തിയിട്ടുള്ള, നമ്മൾ വാങ്ങി പരിചരിച്ചിട്ടുള്ള നമ്മുടെ അറവ് മൃഗങ്ങളെ നമ്മൾ ബലിയെറുക്കുക എന്നാണ്. റസൂലുള്ളാഹി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കഴുത്തിൽ കത്തിവെച്ചുകൊണ്ടാണ് ബലിമൃഗങ്ങളെ അറുത്തിട്ടുള്ളത്. ചില സന്ദർഭങ്ങളിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയും പറയും, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ബലിയെറുക്കാൻ ഉദ്ദേശിക്കുന്ന സഹോദരങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുക. ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയ ഈ ഭാഗം നമ്മൾ നമസ്കാരത്തിൻ്റെ ആരംഭത്തിൽ ചൊല്ലുന്ന ഈ പ്രാർത്ഥന കൂടി ചൊല്ലുന്നത് നല്ലതാണ്.
എന്നിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അറവ് നിർവഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ തഖബ്ബൽ മിൻ മുഹമ്മദ് വ ആലി മുഹമ്മദ്, അല്ലാഹുവേ മുഹമ്മദിൽ നിന്നും മുഹമ്മദിന്റെ കുടുംബത്തിൽ നിന്നും ഇത് സ്വീകരിക്കണമേ. നമ്മൾ കുടുംബനാഥനായിരിക്കും ബലിയെറുക്കുന്നത്, അത് വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ്. അല്ലാഹുവേ എന്നിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ, എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ. റസൂൽ പ്രാർത്ഥിച്ചപ്പോൾ വമിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കൂടി അവിടുത്തെ പ്രാർത്ഥനയിലുണ്ട്. ചില റിവായത്തുകളിൽ വന്നിട്ടുള്ളത് എൻ്റെ ഉമ്മത്തിൽ നിന്ന് ബലിയെറുക്കാത്ത ആളുകൾക്ക് വേണ്ടി കൂടി പകരമായി എൻ്റെ ഈ ബലി നീ സ്വീകരിക്കണമേ എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാണ്. സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി കൂടി നമ്മൾ നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളും നമുക്ക് പുറത്തു തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും നമ്മുടെ സഹപ്രവർത്തകരും നമ്മുടെ പണ്ഡിതന്മാരും പ്രാർത്ഥിക്കണമേ എന്ന് നമ്മളോട് വസിയത്ത് ചെയ്തിട്ടുള്ള എല്ലാവരും, അല്ലാഹുവേ അവർക്കെല്ലാം നീ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവയെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങൾ സന്തോഷിക്കുമ്പോഴും ഞങ്ങൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴും അതിനൊന്നും സാധിക്കാതെ വളരെയധികം പ്രയാസത്തോടു കഷ്ടപ്പാടോടുകൂടി കഴിഞ്ഞുകൂടുന്ന ഫലസ്തീനിലെ മർദ്ദിതരായ ഞങ്ങളുടെ സഹോദരികൾക്ക് സഹോദരങ്ങൾക്ക് വ്രണിതരായ അവരുടെ മനസ്സിന് സമാധാനം നൽകണമേ, ശരീരത്തിന് ശിഫ നൽകണമേ, അവരുടെ ദുരിതത്തിൽ നിന്ന് അവർ മോചനം നൽകി അനുഗ്രഹിക്കണമെന്നാഥ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.